ഹായ്. അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോയിൽ വരുന്നത്. കാരണം വീഡിയോ കണ്ടവർക്ക് അറിയാം, ഏകദേശം 1 lakh ചാലഞ്ചിലെ ഡേ 5 കഴിഞ്ഞതിന് ശേഷം 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ബജാജിൻ്റെ ഡിസ്കവർ ആയിരുന്നു. അത് ഓൾറെഡി ഒരു 1.5 ലക്ഷം കിലോമീറ്ററോളം ഓടിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എൻജിൻ പണിയൊക്കെ ആയി. സോ വണ്ടി നാട്ടിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്ന ഹീറോൻ്റെ പാഷൻ തന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. സോ നാളെ മുതൽ ഇനി റെഗുലറായിട്ട് വർക്കിന് ഇറങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി കൊച്ചിയിൽ മറ്റേ എന്താ പറയുക, ഇൻസെൻറ്റീവ് സ്കീമും പിന്നെ ഈ സോണിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ 3 സോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേര് ചോദിക്കാറുണ്ട് 2000 ഏർണിങ്സ് കിട്ടുമോ, എത്ര ഓർഡർ ഒരു ദിവസം കിട്ടുന്നുണ്ട്, ഇൻസെൻറ്റീവ് സ്കീം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നേരെ കാര്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ഇൻസെൻറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻസെൻറ്റീവ് 2 തരം ഇൻസെൻറ്റീവാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് ഡെയിലി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇൻസെൻറ്റീവ് എമൗണ്ടും പിന്നെ പാർട്ട് ടൈം ഇറങ്ങുന്നവർക്ക് ഒരു എമൗണ്ടും. ഇതിന് പുറമെ ഇപ്പോൾ പുതുതായിട്ട് ഐഡിയ എടുക്കുന്നവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇൻസെൻറ്റീവ് സ്കീം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഫുൾ ടൈം ഓടിക്കുകയാണെങ്കിൽ അതിലെനിക്ക് കമ്പൽസറി ആയിട്ട് ലഞ്ച് ടൈമും ഡിന്നർ ടൈമും ഞാൻ കമ്പൽസറി ലോഗിൻ ചെയ്യണം. അതായത് ലഞ്ച് ടൈമിൽ ഒരു 3 മണിക്കൂർ 45 മിനിറ്റും ഡിന്നർ ടൈമിൽ ഒരു 4 മണിക്കൂർ ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ. ഇൻസെൻറ്റീവ് കിട്ടാൻ പിന്നെ ഓർഡർ കൗണ്ട് കൂടെ നമ്മൾ മീറ്റ് ചെയ്യണം. ഏകദേശം നോർമൽ ഡേയ്സിൽ ഒരു 16 ഓർഡർ കൊടുക്കണമെങ്കിൽ നമുക്കൊരു 185 രൂപയും, 20 ഓർഡറിന് 280 രൂപയും, 25 ഓർഡറിന് 400 രൂപയാണ് എൻ്റെ ഇൻസെൻറ്റീവ് സ്കീം വരുന്നത് ഫുൾ ടൈമിൽ. ഇനി പാർട്ട് ടൈം ഇറങ്ങുകയാണെങ്കിൽ, വൈകിട്ട് മാത്രം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 7 ഓർഡറിന് 65 രൂപയും, 11 ഓർഡറിന് 120 രൂപയും കിട്ടും. പിന്നെ ഈ ലോഗിൻ ടൈം നമുക്ക് സെയിം തന്നെയാണ്. ഇപ്പോൾ ഫുൾ ടൈം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഡിന്നറിൽ 4 hours ലോഗിൻ ചെയ്യണം. പാർട്ട് ടൈം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് 4 hours ലോഗിൻ ചെയ്യണം ഡിന്നറിൽ. പിന്നെ പാർട്ട് ടൈമേഴ്സിന് ലഞ്ചിൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടില്ല, നമുക്ക് ഓർഡർ പേ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ലഞ്ചിൽ മാത്രം ഇറങ്ങിയിട്ട് ഒരു 11 മണി തൊട്ട് ഒരു 4 മണി വരെയൊക്കെ വർക്ക് ചെയ്താൽ ഇൻസെൻറ്റീവ് ഉണ്ടാവില്ല. നമുക്ക് എന്താ പറയുക, ഓർഡർ പേ എത്രയാണോ അത് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിന് പുറമെ മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് അല്ല ആക്ച്വലി. എന്താ പറയുക, നമുക്കിപ്പോൾ ഫുൾ ടൈം ഒരു 8 മണിക്കൂർ നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. 8 മണിക്കൂർ ലോഗിൻ ചെയ്തിട്ട് നമുക്കൊരു 1000 രൂപയ്ക്ക് മുകളിലൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് മിനിമം ഗ്യാരണ്ടി ആയിട്ട് ഒരു 1200 രൂപ കിട്ടുന്ന ഒരു സ്കീമുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതായത് അതിലുണ്ട് നമുക്ക് ടൈം, അതായത് ലഞ്ചിൽ നമ്മൾ 2 മണിക്കൂർ ലോഗിൻ ചെയ്യണം, ഡിന്നറിൽ നമ്മൾ 3 മണിക്കൂർ ലോഗിൻ ചെയ്യണം. അതുമല്ലാതെ 12 ഓർഡറിനോ അതിന് മുകളിലോ സംതിങ് കൊടുക്കണം എന്ന് തോന്നുന്നു. എനിക്കത് കാണിക്കൂല, ഞാൻ ഒരു കൂട്ടുകാരൻ്റെ ഫോണിൽ കണ്ടാണ്. 12 ഓർഡറിന് മുകളിൽ നമ്മൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ, അതുപോലെ 8 മണിക്കൂർ ലോഗിൻ ചെയ്യണം. 8 മണിക്കൂർ ലോഗിൻ ചെയ്യണം. അതിൽ 2 മണിക്കൂറിൽ ഡിന്നറിൽ 2 മണിക്കൂറിൽ ലഞ്ചിൽ കമ്പൽസറി ലോഗിൻ അയക്കണം, 3 മണിക്കൂർ ഡിന്നറിൽ ലോഗിൻ അയക്കണം. 12 ഓർഡറിന് മുകളിൽ കൊടുത്തിരിക്കും വേണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ആക്ച്വലി നമ്മൾ 8 മണിക്കൂർക്ക് വർക്ക് ചെയ്ത് 12 ഓർഡറൊക്കെ കൊടുത്താൽ കൺഫേം ആയിട്ട് നമുക്ക് 1000 രൂപയ്ക്ക് മുകളിൽ കിട്ടും. മേ ബി ചില ദിവസങ്ങളിൽ നമുക്ക് കുറവാകുകയാണെങ്കിൽ അത് ആക്ച്വലി ആ മിനിമം ഗ്യാരണ്ടി എന്നുള്ള ഒരു 1100 കിട്ടും. ഇനി പാർട്ട് ടൈമേഴ്സിന് അതുപോലെ തന്നെ 550, നേരെ അതിൻ്റെ പകുതി 550 ഒരു സ്കീമും കൂടി ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഡിന്നർ ടൈമിൽ ഒരു 3 അവർ ലോഗിൻ ചെയ്യുക. അത് 7 to 12 ആട്ടോ ടൈം വരുന്നത്. ആ ഒരു സ്കീമിൽ 7 to 12 ഇടയ്ക്ക് ഒരു 3 മണിക്കൂർ ലോഗിൻ ചെയ്യുക. അതിൻ്റെ ഒരു 6 ഓർഡറിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ഒരു മിനിമം ഗ്യാരണ്ടി കിട്ടും. മിനിമം ഗ്യാരണ്ടി അത് ആക്ച്വലി നഷ്ടമാണ് നമുക്ക്. ഇപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ ഓടിച്ചിട്ട് ഓർഡർ കിട്ടാതൊന്നും ഇരിക്കൂല കൊച്ചിയിൽ. എന്തായാലും ഓർഡറൊക്കെ അടിക്കും. കൺഫേം ഒരു 1000-1500 സംതിങ് കിട്ടും. അപ്പോൾ ഇൻസെൻറ്റീവ് സ്കീം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം, തിങ്കൾ ടു വ്യാഴം ആൻഡ് വെള്ളി ശനി ഞായർ. അതായത് തിങ്കൾ ടു വ്യാഴം എന്ന് പറയുന്നത് ഒരു ഇൻസെൻറ്റീവ് സ്കീമാണ്. വീക്കെൻഡ്സിൽ വെള്ളി ശനി ഞായറിൽ വേറൊരു ഇൻസെൻറ്റീവ് സ്കീമാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ തിങ്കൾ ടു വ്യാഴം 25 ഓർഡറിന് നമുക്ക് 400 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. ബട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ 26 ഓർഡറിന് നമുക്ക് 360 രൂപയും കിട്ടും. 35 ഓർഡർ ഡെലിവറി ആണെങ്കിൽ നമുക്ക് 550 രൂപ ഡെലിവറി ഇൻസെൻറ്റീവും കിട്ടും. സോ സ്കീം ഇങ്ങനെയാണ് വരുന്നത് കൊച്ചിയിൽ. അതായത് മിനിമം ഗ്യാരണ്ടി അത് മൈൻഡിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇൻസെൻറ്റീവ് മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. അതിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇൻസെൻറ്റീവിനെ കുറിച്ച് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് വർക്കിംഗ് സോണിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സോണ് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കലൂര്, എടപ്പള്ളി, പനമ്പള്ളി നഗർ, ഈ 3 സോണിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 സോണിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഡെയിലി 2000 റുപ്പീസൊക്കെ ഞാൻ ടാർഗറ്റ്
ഞാൻ എത്തിക്കാറുണ്ട്. എൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു 2000 ഒക്കെ കിട്ടണം. ഒന്നാമത്തെ നമുക്ക് പെട്രോൾ എക്സ്പെൻസ് പോയിട്ട് നമ്മൾ 1 lakh ചലഞ്ച് എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ട്. ഞാൻ 2000 റുപ്പീസ് എന്തായാലും ഏൺ ചെയ്യാൻ നോക്കും മാക്സിമം. അപ്പോൾ ഈ 3 സോൺ എടുക്കുന്നതുകൊണ്ട് എന്താ ഗുണം, എന്താ നമുക്ക് ദോഷം എന്നുള്ളതിനുള്ള ഒരു കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എക്സാമ്പിളിൽ 3 സോൺ നമ്മളിപ്പോൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് എന്ന് കൺസിഡർ ചെയ്യാം. 3 സോൺ ജസ്റ്റ്. അപ്പോൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അപ്പോൾ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ഡെലിവറി പാർട്ട്ണർ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് 3 സോണുണ്ട്, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. പുള്ളിക്കാരന് ഒരു സോണുള്ളൂ, എറണാകുളത്ത് മാത്രം. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും സെയിം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് നിൽക്കാന്ന് വെച്ചോ. പാലക്കാട്ടിൽ നിന്ന് ഇവിടെ അതായത് എറണാകുളത്ത് നിന്ന് എക്സാമ്പിളാണ്, എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് ഒരു ഓർഡർ അടിക്കുകയാണെങ്കിൽ ആ ഓർഡർ എനിക്ക് കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം എനിക്ക് അവിടെയും സോണുണ്ട്. സോ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഓർഡർ പേ മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ ഒരു സോൺ മാത്രമുള്ള ഡെലിവറി പാർട്ട്ണർ ആണെങ്കിൽ റിട്ടേൺ ബോണസോടെ കൊടുക്കേണ്ടി വരും. അത് ലോങ് ഓർഡർ ആവും, ഔട്ട് സൈഡ് ആവും, നമ്മുടെ സോണിൻ്റെ ഔട്ട് സൈഡ് ആവും. സോ ലോങ് ഓർഡർ ആവും, റിട്ടേൺ ബോണസും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെനിക്കൊരു ബെനിഫിറ്റ് ആവും. അതായത് എനിക്ക് ആ സോണുള്ളതുകൊണ്ട് എനിക്ക് ഓർഡർ പേ മാത്രം കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് അത്രേ ഉള്ളൂ. എക്സാമ്പിൾ എറണാകുളത്ത് നിന്ന് പാലക്കാടേക്ക് ഓർഡർ എടുക്കുകയാണെങ്കിൽ എനിക്കത് കിട്ടുകയാണെങ്കിൽ ഞാൻ 3 സോണുള്ളതുകൊണ്ട് മാത്രമായിരിക്കും ലോങ് ഓർഡർ കിട്ടുമ്പോൾ. പിന്നെ മാക്സിമം ലോങ് ഓർഡറായിട്ട് അടിക്കുക ഏകദേശം ഒരു 50, 60, 70 ഒരു 6 കിലോമീറ്ററിന് മുകളിലൊക്കെ എന്തായാലും ലോങ് ഓർഡർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഔട്ട് സൈഡ് സോൺ അല്ലെങ്കിലും സോണത്താണെങ്കിലും ഒരു 6 കിലോമീറ്റർ ഓർഡർ നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സോണ് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കുന്ന കിലോമീറ്റർ ദൂരം കൂടുന്നതാണ്. അതായത് ഞാനൊരു ദിവസം 180, 190, 200 കിലോമീറ്റർ അടുത്ത് ഞാൻ ഒരു ദിവസം ബൈക്ക് ഓടിക്കുന്നുണ്ട്. പക്ഷേ ഒരു സോണിൽ 2 സോൺ വെച്ച് ഓടിക്കുന്നവർ ഒരു 150 കിലോമീറ്ററിനകത്ത് ഓടിക്കുന്നുള്ളൂ. അവർക്കും ഇടയ്ക്ക് ഞാൻ ഏൺ ചെയ്യുന്ന സെയിം ഏണിങ്സും കിട്ടാറുണ്ട്. സോണ് കൂടുന്തോറും നമ്മുടെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് നമ്മൾ കൂടുന്നതാണ്. എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഫീൽ ആയിട്ടുണ്ട്. കാരണം കാലത്ത് ഒരു ദിവസം ഞാൻ 8 മണി മുതൽ നൈറ്റ് ഒരു 10, 11 മണി വരെ ഞാൻ കണ്ടിന്യൂസ് നിന്നിട്ടുണ്ട്. ഏകദേശം 230 കിലോമീറ്ററോളം ഞാൻ ഓടിച്ചത്. ഏകദേശം ഒരു 400 രൂപയ്ക്ക് മേളിൽ പെട്രോൾ പോയി. അന്ന് ഏണിങ്സ് കിട്ടിയത് ജസ്റ്റ് 2100 രൂപയാണ്. അതിൽ 400 പോയാൽ 1700 രൂപ നമുക്ക് പ്രോഫിറ്റ്. ഇത് നമ്മൾ നോർമലി 2 സോണോ ഒരു സോണിലൊക്കെ വെച്ച് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സോൺ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഓടിക്കുന്നവരായിരിക്കണം. ഫുൾ ടൈം ഒരു 12 മണിക്കൂറൊക്കെ ഓടിക്കുന്നവർക്ക് മാത്രമേ കൂടുതൽ സോൺ എടുത്തിട്ടും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ പാർട്ട് ടൈം ഓടിക്കുന്നവർ 3-4 സോണൊന്നും എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സ്വിഗ്ഗിയിൽ പിന്നെ എത്ര സോൺ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഓർഡറുള്ള സോൺ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം ഓർഡർ ഇല്ലാത്ത സോൺ എടുത്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനും സോണിനകത്ത് വരുന്ന പോലെ എടുക്കാൻ നോക്കുക മാക്സിമം. കുറച്ച് ദൂരം പോയിട്ട് സോൺ ഓൺ ചെയ്ത് വർക്ക് ചെയ്യുന്നത് അത് കുറച്ച് ഇടങ്ങേറാവും. സോ വീട്ടിൽ നിന്നൊക്കെ ഓൺ ചെയ്യാൻ പറ്റുന്ന പോലെ സോൺ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.